ഹായ് ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ പത്തനംതിട്ടയിലുള്ള ഡേ 1 കുറിച്ചാണ്. ഇപ്പം രാവിലെ എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ പ്ലാസയിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കാനാണ്. പ്ലാസ കാണാത്ത ആൾക്കാരെ കാണിച്ചു തരാം. എനിക്കിവിടെ വന്നാൽ എപ്പോഴും പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. വെയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാസയുടെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കയറി എനിക്ക് കുറച്ച് സ്റ്റേഷനറീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ഓടിച്ചെന്നത് സ്റ്റേഷനറീസിൻ്റെ സെക്ഷനിലായിട്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അവിടെ കുറേ ഡയറീസൊക്കെ കണ്ടു. അവിടെ എൻ്റെ കണ്ണൊന്ന് ഓടിച്ചിട്ട് ഞാനൊരു ഹൗസർ പെന്നിങ് എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു സാധനത്തിന് വെറും 200 രൂപയുള്ളൂ ഈ ബ്രഷ് പെൻസിന്. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു നോട്ട് പാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറും 25 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു എൽസയുടെ സംഭവം എന്താണെന്ന് അറിയുമോ? കാണിച്ചു തരാം. അത് ഒരു ക്രയോൺസാണ്, പക്ഷെ വേസ്റ്റാണ് ഗൈസ്. വളരെ കുഞ്ഞാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു 3 സാധനങ്ങളായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്ലിറ്റർ പെന്ന്, രണ്ടെണ്ണമുണ്ട്. ഈ ഗ്ലിറ്റർ പെന്നും ഈ നോട്ട് പാഡും പിന്നെ ഒരു പെയിൻറ്റിങ് ബ്രഷ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മുകളിലോട്ട് പോവുകയാണ്. ഒന്നും വാങ്ങിച്ചു തന്നില്ല ഗൈസ്. എനിക്ക് ഒന്നും വാങ്ങിച്ചു തരാത്തവരുണ്ടെങ്കിൽ, ഇതേപോലെ സ്റ്റേഷനറീസ് ഒന്നും അധികം വാങ്ങിച്ചു തരാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പാരൻസിൽ. അങ്ങനെ പിന്നെ മുകളിലോട്ട് ചെന്നു. ക്രോക്കറി സെക്ഷൻ്റെ അവിടെ ചെന്നിട്ട് കുറേ ബണ്ണൊക്കെ വാരി. ഫാൻസി സെക്ഷൻ്റെ അവിടെ ചെന്നിട്ട് വെള്ളം വേണമെന്ന്. അവിടെ ഒരു കുന്തവുമില്ലായിരുന്നു. എന്നാലും ഫാൻസി സെക്ഷൻ്റെ അവിടെ ചെന്നിട്ട് വെള്ളം വേണമെന്ന് ചോദിച്ചു. അലീനയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ കൊണ്ടെത്തിച്ചു. അപ്പോൾ നമ്മൾ 4 പേരും ചോക്ലേറ്റ് ഷേക്ക് ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പുറത്തുള്ള 3 അഡൾട്ട്സ് ആയിട്ടുള്ളവർ, രണ്ട് പേര് ഫലൂഡയും ഒരാൾ ഒരു അവക്കാഡോ ഷേക്കും ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ അവൻ്റെ കൂടെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗ് പപ്സ് ആയിരുന്നു. അലമോൻ കിച്ചുവിന് വേണ്ടി പൊട്ടിച്ച് കൊടുക്കുന്നു. പിന്നെ അതാണ് അവരുടെ ഫലൂഡ. എല്ലാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിരുന്നു. നോക്കിയാൽ എത്ര സ്പൂണാണെന്ന്. ഫലൂഡ കഴിച്ചിട്ട് എൻ്റെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. കൊള്ളാം. പിസ്ത ആയിരുന്നു കേട്ടോ. പിന്നെ കിച്ചുവിന് കൊടുത്തു. ആദ്യത്തെ സ്പൂണിൽ തന്നെ കിച്ചുവിന് മതിയായി. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ ചെന്നു. എല്ലാം ബില്ലടിച്ചു. അവിടെ ചെന്ന് എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല. അവർക്ക് 2 പേർക്കുമായിട്ട് ഒരു ഏണിയും പാമ്പും വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ബാക്കിലായിട്ട് ലൂഡോ ഉണ്ടായിരുന്നു. പിന്നെ അതുവഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി നമ്മൾ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വാൻ പോലത്തെ ഒരു വണ്ടിയിലാണ് കേട്ടോ പോയത്. ഇവിടെ ബാക്കിലത്തെ സീറ്റിംഗ് കാണിച്ചു തരാം ഗൈസ്. ബാക്കിൽ അമ്മയുടെ മുകളിലെ മകൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് മകളുടെ മുകളിലാണ് അമ്മ ഇരിക്കുന്നത്. വാവ്, ഫെൻറ്റാസ്റ്റിക്. അങ്ങനെ വീട്ടിലെത്തി വൈകുന്നേരം ഒരു മാംഗോ ഒക്കെ കഴിച്ചു. പിന്നെ രാത്രിയിലത്തെ ഫുഡായി. കുറേ നേരം കളിച്ചിട്ട് രാത്രിയിലത്തെ ഫുഡായിട്ട് അമ്മമ്മ വന്നിരുന്നു. അങ്ങനെ രാത്രിയിലത്തെ ഫുഡായിട്ട് വന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിയും പപ്പടവും സാലഡും ഉണ്ടായിരുന്നു. പിന്നെ സൈഡ് ആയിട്ട് അച്ചാറുണ്ടായിരുന്നു. നാരങ്ങ അച്ചാറായിരുന്നു കേട്ടോ. എല്ലാം ഹോം മെയ്ഡായിരുന്നു. ഞാനും അലമോനും ഒരുമിച്ചിരുന്നാണ് എപ്പോഴും കഴിക്കാറ് ഫുഡ്. പിന്നെ എല്ലാവരും എൻജോയ് ചെയ്ത് അവരുടെ ഫുഡ് എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ സാലഡിന് എനിക്ക് തോന്നുന്നു കുറച്ച് ഉപ്പായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഒരു കുഞ്ഞ് ഈവനിങ് എന്ന് പറയുന്നത്. ഐ മീൻ നൈറ്റ് എന്ന് പറയുന്നത്. നൈറ്റല്ലല്ലോ, ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അതുവരേക്കും ബൈ.